കോലടക്കം തന്നെ ജീവതാളം, ശ്രുതി കോലടിച്ച് ചേർത്താൽ നല്ല ഓളം. കോലടക്കം തന്നെ ജീവതാളം. കോലടക്കമാണ് ഒരു കോൽക്കളിയുടെ ആധാരതാളം. സ്വാതന്ത്ര്യ സമരകാലത്ത് കളരികൾ, ആയോധന കലകളൊക്കെ ബ്രിട്ടീഷുകാർ കളരിയൊക്കെ നടത്തുന്നതൊക്കെ നിരോധിച്ച സമയത്ത് കൊൽക്കളിയെ മറയാക്കിക്കൊണ്ട് കളരിയിലെ ചുവടുകൾ ഉറക്കാൻ വേണ്ടി കൊൽക്കളിയിലൂടെ കളരി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലുപരി അത് ആസ്വാദന കലാരൂപമാണ്, ആയോധന കലാരൂപമാണ്. അതിൽ ചുവടുകളുണ്ട്, സംഗീതമുണ്ട്, മാനസികമായിട്ട് നമുക്ക് വളരെ ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശാരീരികമായിട്ടൊരു കായിക ഇനമായിട്ട് കൂടെ നമുക്ക് കൊൽക്കളിയെ കാണാൻ സാധിക്കും. അത്രത്തോളം ശരീരത്തിനും മനസ്സിനൊക്കെ ഇമ്പം തരുന്ന ഒരു കലാരൂപമാണ് കൊൽക്കളി. പല നാടുകളിൽ പല രീതികളിൽ കളിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാടൻ കലാരൂപത്തിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കൊൽക്കളിയും ഓരോരോ നാടിനനുസരിച്ച് പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാം, പല ശൈലികൾ നമുക്ക് കാണാൻ സാധിക്കും. വലത്ത് കയറി വെട്ടി, ഇടത്തിരിഞ്ഞ്, വലത് കയറി, ഇടത് മാറി, വലത് കയറി, ഇടത് മാറി, വലത് കയറി, ഇടത് മാറി. ഇനിയിപ്പോൾ അമർന്നിട്ടുള്ളേ. അപ്പോൾ നമ്മൾ ചാഞ്ഞടി എന്ന് പറഞ്ഞിട്ട് ചാഞ്ഞിട്ട് അടിക്കണോ? നമ്മൾ കോൽക്കളി ചാഞ്ഞടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നിന്നിട്ട് അമർന്നിട്ടൊക്കെ അടിക്കുക. മുട്ടി വെട്ടി അമർ, വലത് കയറി, ഇടത് മാറി, വലത് കയറി, ഇടത് മാറി, വലത് കയറി, ഇടത് മാറി, വലത് കയറി, ഇടത് മാറി. അങ്ങോട്ട് തടുത്ത് പൂട്ട് ഉണ്ടാവും. പൂട്ട് ഇങ്ങനെയാ പൂട്ടുണ്ട്, ഇങ്ങനെ നിൽക്കേണ്ടത്. ഇതാണ് അമർച്ച, അമർന്ന് കളിക്കുന്നത്. നമ്മളിപ്പം കളമ്പെട്ടുമ്പോൾ ചെയ്ത് അതും ഇതുമൊക്കെ റെഡിയാണ്. വലത് കയറി, ഇടത് കയറി, വലത് കയറി, ഇടത് കയറി, വലത് കയറി, ഇടത് കയറി. ആണ് ശരിക്കും ചാഞ്ഞിട്ട് വെട്ട് ഈ കോൽക്കളിയും ചെയ്യുന്നത്. ഇതാണ് ചെയ്യുന്നത്, വെട്ട്. രണ്ട് അടിയും വെട്ടും. ഈ അമർച്ചയും വേഗതയും കൈക്ക് നല്ല ഇത്ര സമയം കളിച്ചാൽ നമ്മളെ കൈക്ക് കടച്ചിലില്ലാതെ വേദന ഇല്ലാതെ നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും. കോൽക്കളി പുതിയ കളികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കളരികളിൽ, അതായത് പൂർവിക ഗുരുക്കന്മാർ കൈമാറി തന്ന ഒരുപാട് കളികളുണ്ട്. അത് 3-4 രീതികൾ പറയാം. അതിലൊന്ന് താളക്കളികളാണ്. താളം പറഞ്ഞാൽ താളത്തിന് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥത്തിനനുസരിച്ച് കളികൾ മുന്നോട്ട് പോകുന്ന രീതികളാണ് താളക്കളികൾ. അതുപോലെ പാട്ട് പാടിയ പാട്ടിനനുസരിച്ച് ആ ഇശലുകൾക്കൊത്ത് കളിക്കുന്ന പാട്ടുകളികളുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളികളോട് സാമ്യതപ്പെടുത്തുന്ന രീതിയിൽ ചൊല്ലുകൾ പറഞ്ഞിട്ട് കളിക്കുന്ന ചൊല്ലുകളികളുണ്ട്. ഇത് മിക്സായിട്ടും വരാറുണ്ട്. പാട്ടുകളിയും ചൊല്ലുകളിയും അതേപോലെ താളക്കളിയും കൂടി വരുന്ന കളികളുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള കളികളെ പുതിയതായി നമുക്ക് ഏത് കളിയും ഇതിനോട് സമപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓരോരോ പുതിയ താളങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കളികൾ. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് കോൽക്കളിക്ക് ഒറ്റ, മാർക്കളി, മിൻകളി, തിരിഞ്ഞടി, മറിഞ്ഞടി, മിൻഫോ, അതേപോലത്തെ ഭാഷകളിൽ വരുന്ന സംഗതികൾ ഉപയോഗിച്ചിട്ട് പുതിയ കളികൾ ഉണ്ടാക്കാം. അതിന് ഈ ഒരു താളക്കളികൾക്കുള്ള നിബന്ധന, പാട്ടുകളികൾക്കുള്ള നിബന്ധന, ചൊല്ലുകളികൾക്കുള്ള നിബന്ധന പാലിച്ചുകൊണ്ടുണ്ടായാൽ അതിനെ അംഗീകരിക്കുന്നതിന് ഒരു പ്രയാസം ഒരു ഗുരുനാഥനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഈ 1 മുതൽ 5 വരെയുള്ള കളികൾ, ആ കളികളാണ് താളക്കളികളുടെ രീതിയിൽ വരിക. ഇതിൻ്റെ ഇടയിൽ മിൻഫോ മറിഞ്ഞടി തടുത്തോ തടവ് എന്ന് പറഞ്ഞതാണ് ഒന്ന്. അതിൽ മിൻഫോ തെറ്റിക്കോൽ മറുകോൽ മറിഞ്ഞടി തടുത്തോ തടവ് എന്ന് പറഞ്ഞാൽ അത് 2ആയി. ഈ മിൻഫോക്ക് പകരം മിൻഫോ താകൃതാഫോ എന്ന് പറഞ്ഞാൽ അവിടെ 3ആയി. മിൻഫോ താകൃതാഫോ തിരിഞ്ഞടി മിൻഫോ മറിഞ്ഞടി തടുത്തോ തടവ് എന്ന് പറഞ്ഞാൽ അത് 4ആയി. മിൻഫോ താകൃതാഫോ
തിരിഞ്ഞടി മിൻഫോ താകൃതാഫോ എന്ന് പറഞ്ഞാൽ അത് 5 ആയി. ഇതാണ് മുഖക്കളി അല്ലെങ്കിൽ ചെറുകളിയുടെ 1 മുതൽ 5 വരെ എന്ന് പറയും. ഇതിന് നേരെ കൾച്ചോ കളികളുണ്ട്. ഈ കൾച്ചോ ഒയിച്ചടി താളം താകൃതേ തീത്ത എന്ന് പറയുന്നത് കൾച്ചോ കളി 1 ഈ കൾച്ചോ 1 2 താളം താകൃതേ തീത്ത എന്ന് പറഞ്ഞ 2 ആയി. ഈ കൾച്ചോ മിൻഫോ കൾച്ചോ ഒയിച്ചടി താളം താകൃതേ തീത്ത കൾച്ചോ ഒയിച്ചടി താളം താകൃതേ തീത്ത. ഇത് തിരിച്ചു കളിച്ചാൽ അത് 3 ആയി. ഈ കൾച്ചോ മിൻഫോ അവിടെ ചുറ്റിക്കോ ഒയിച്ചടി താളം താകൃതേ തീത്ത എന്ന് പറഞ്ഞാൽ അത് 4 ആയി. ഈ കൾച്ചോ മിൻഫോ മടക്കം 2 ഇതാ അവിടെ കൾച്ചോ ഒറ്റ താകൃതേ തീത്ത എന്ന് പറഞ്ഞാൽ അത് 5 ആയി. ഇപ്പോൾ ഒരു കളി 5 രീതിയിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ നമ്മളൊരു പുതിയ കളി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞ 5 രീതിയിൽ കളിക്കാൻ പറ്റും. അതുപോലെ പാട്ടുകളിയാണെങ്കിൽ ഓരോ ഇശലുകൾക്കനുസരിച്ചാണ് പാട്ടുകളികൾ മുന്നോട്ട് വരിക. ഇപ്പോൾ ഒരു പാട്ട് ഉദാഹരണം പറഞ്ഞ സാധാ പാട്ട് പറയുകയാണെങ്കിൽ ആനയെ മദനപ്പൂ കനിത്തേനാളി, ആ ഒരു പാട്ടിനനുസരിച്ച് കോല് കൊട്ടുകയാണെങ്കിൽ ആ കൊട്ടുന്നത് കളി ആ പാട്ടിൻ്റെ വരി അവസാനിക്കുന്നിടത്ത് കളിയുടെ ഒരു ഭാഗം അവസാനിക്കണം. അങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ മുറുക്കുണ്ടെങ്കിൽ ആ മുറുക്കത്തിന് നമ്മൾ കളിയിൽ മുറുക്കം വരണം. ആ പാട്ടിനോട് നീതി പുലർത്തുന്ന രീതിയിലാവണം കളി മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ തുടക്കത്തിലാണ് തടവ് വരുന്നതെങ്കിൽ എല്ലാ വരിയുടെ തുടക്കത്തിലും തടവ് വരണം. ഇതേപോലെ തന്നെയാണ് ചൊല്ലുകളിൽ. ചൊല്ലുകൾക്കനുസരിച്ച് ആ ചൊല്ലിന്റെ രസത്തിൽ എന്ത് ചെയ്യണം, കളികൾ മുന്നോട്ട് പോകണം. ആ ചൊല്ലുകൾ വരി അവസാനിക്കുന്നിടത്ത് കളി അവസാനിക്കണം. അങ്ങനെയാണ് ചൊല്ലുകളികൾ വരുന്നത്. അപ്പൊ ഈ രീതിയിലാവണം ഓരോരോ കളികൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ. കണ്ണിലാണ് ശൈത്താന്റെ കൂട്, നല്ല കൽബിലാണ് ഏക ഇലാഹിന്റെ വീട്. കണ്ണിലാണ് ശൈത്താന്റെ കൂട്, നല്ല കൽബിലാണ് ഏക ഇലാഹിന്റെ വീട്. കണ്ണിലാണ് ശൈത്താന്റെ കൂട്. മണ്ണിലാണ് അലങ്കാര കാഴ്ച, പല മദ്യവും മയക്കുമരുന്നിൻ്റെ തേർവാഴ്ച. മണ്ണിലാണ് അലങ്കാര കാഴ്ച, പല മദ്യവും മയക്കുമരുന്നിൻ്റെ തേർവാഴ്ച. പെണ്ണിലാണ് പിന്നെ നിന്റെ കാഴ്ച, ഉയിർപ്പോക്കിടും സിന ദരിദ്രനാക്കും നിന്നെ തീർച്ച. പെണ്ണിലാണ് പിന്നെ നിന്റെ കാഴ്ച, ഉയിർപ്പോക്കിടും സിന ദരിദ്രനാക്കും നിന്നെ തീർച്ച. കണ്ണിലാണ് ശൈത്താന്റെ കൂട്, നല്ല കൽബിലാണ് ഏക ഇലാഹിന്റെ വീട്. കണ്ണിലാണ് ശൈത്താന്റെ കൂട്. എത്ര മനോഹരമായ, അതിലേറെ അർത്ഥവത്തായ, കാലിക പ്രസക്തി ഒട്ടും നഷ്ടപ്പെടാത്ത വരികൾ. ഇത് കോൽക്കളി ആചാര്യനായ ഞങ്ങളുടെ എല്ലാം വന്ധ്യഗുരുവായ മർഹൂം എടരിക്കോട് TP ആലിക്കുട്ടി ഗുരുക്കളുടെ മനോഹരമായ വരികളാണ്. മാപ്പിള കവികളെല്ലാം സമകാലികമായ വിഷയങ്ങളെ ആസ്പദമാക്കി ആണ് എഴുതാറുള്ളത്. അതിൽ കാളപൂട്ടും തീവണ്ടി ചിന്തും തൊട്ട് സമൂഹത്തിലെ കൊള്ളരുതായ്മകളും നന്മകളും എല്ലാം ആധാരമാക്കിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിലും മാപ്പിളപ്പാട്ടുകൾ, പ്രത്യേകിച്ച് കോൽക്കളിപ്പാട്ടുകൾ വലിയ സ്വീകാര്യതയാണ്. ഇന്നത്തെ കല്യാണ വേളകളിലും അതുപോലെ തന്നെ വലിയ മംഗളകർമ്മങ്ങളിലെല്ലാം അത് വലിയൊരു സ്വീകാര്യതയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കോൽക്കളി പാട്ടുകൾ ചിട്ടപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം അതിൻ്റെ ആശയം, അതിൻ്റെ ഈണം, അതുപോലെ തന്നെ അതിൻ്റെ രാഗം എല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിൻ്റെ നിയമവശങ്ങൾ, അതിൻ്റെ പ്രാസ നിബദ്ധതകൾ, അതായത് കമ്പി വാൽക്കമ്പി വാലുമ്മ കമ്പി ചിറ്റെഴുത്ത്, ഇത്തരം കാര്യങ്ങളെല്ലാം അതിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഇതുകൂടാതെ തന്നെ ഒരുപാട് കൊച്ച്, വെപ്പ്, കുനിപ്പ്, നീട്ട്, ഒരുപാട് നിയമങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം പ്രാസങ്ങളും ഉത്സാരങ്ങളും
കാവ്യാത്മകമായിട്ട് രചിക്കുക എന്നുള്ളതാണ്. അത്തരം പാട്ടുകൾക്കാണ് എന്നും ജീവൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പി എന്ന് പറയുമ്പോൾ ആദ്യാക്ഷര പ്രാസമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആനേ മദനപ്പൂ കനി തേനാളേ ആടങ്കൽ വഴിപെട്ടാർ എനയിന്നാളേ. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദറുമുനീർ ഹുസ്നുൽ ജമാലിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. ഇതിൽ ആനേ മദനപ്പൂ അതുപോലെ തന്നെ അടങ്കൽ ആ എന്ന 2 അക്ഷരങ്ങളും വരുന്നതാണ് കമ്പി എന്നുള്ളത്. അതുപോലെ തന്നെ വാൽക്കമ്പി എന്ന് പറയുന്നത് അന്താക്ഷരപ്രാസമാണ്. അതിൻ്റെ അനേ മദനപ്പൂ കനി തേനാളെ അടങ്കൽ വഴിപ്പെട്ടാർ എന ഇന്നാളെ ലേ എന്ന് പറയുന്ന ഭാഗം. അതുപോലെ തന്നെ അതിൻ്റെ കഴുത്ത് എന്ന് പറയുന്നത് അതിൽ രണ്ടാമത് വരുന്ന ബാനപൂരി ഹുസ്നുൽ ജമാലോടി പോൽ ബദറുൽ മുനീറുറ്റ പയക്കമെപ്പോൾ. അതിൽ ബാന ആനെ എന്ന് വരുന്ന രണ്ടാമത്തെ അക്ഷരങ്ങൾ കഴുത്ത്. അതുപോലെ തന്നെ ഇതിൽ അവസാനിക്കുന്ന പദം കൊണ്ട് അടുത്ത പദം തുടങ്ങുന്നതാണ് വാലുമ്മൽ കമ്പി എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹക്കാനക്കൊന്നമറാൽ മക്കാവ് വിട്ട് നബി പക്കാ മദീന തണവായ് ഹാരേതും എത്തിടുക ഈരാറുമൊത്ത ഷഹർ ബാറാൽ പോറുത്ത പിറകേ. ഇതിൽ വരുന്ന ഹക്കാന, കോനമറ, മക്കാവ്, പക്കാ മദീന ഇങ്ങനെ വരുന്ന ഒരു വരിയിൽ തന്നെ 3 അതിലധികമോ പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെ ആ അക്ഷരം പ്രാസമായിട്ട് വരുന്നതിനെയാണ് ചിറ്റെഴുത്ത് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ലെങ്കിലും അത് വലിയൊരു അലങ്കാരമാണ്, ഭംഗിയാണ്. അത് ആഭരണം പോലെയാണ്. ഒരു സ്ത്രീ മനോഹരമായിട്ട് ആഭരണം അണിഞ്ഞാൽ അത് അലങ്കാരമാണ്. എന്നാൽ വസ്ത്രം മുഴുവൻ മൂടുന്ന വിധത്തിൽ ആഭരണങ്ങൾ അണിഞ്ഞാൽ അത് അലങ്കോലമാണ്. അപ്പോൾ അലങ്കാരങ്ങൾ വളരെ പരിമിതപ്പെടുത്തി അണിയേണ്ട സ്ഥാനങ്ങളിൽ അണിയുക എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അത് എക്കാലവും മനോഹരമായിരിക്കും. പൂർവകാല കവികൾ നമുക്ക് സമ്മാനിച്ച ഒരുപാട് മാധുര്യമേറിയ പാട്ടുകൾ നാം ഇന്നും ഉൾക്കൊണ്ട് പാടുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ തലമുറയിലെ പാട്ടുകാരും കവികളും അത് പുതിയ പാട്ടുകൾ സൃഷ്ടിക്കുകയും ഇനിയുള്ള തലമുറക്ക് അവർ നമുക്ക് സമ്മാനിച്ചതുപോലെ തന്നെ നാമും പുതിയ തലമുറക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ സമ്മാനിക്കട്ടെ. പുതിയ 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 രചനകൾ വരട്ടെ. അടലിലുഹിരേകിയ സുഹദോരെ പദപൊരുതിയിലെ വെള്ളക്കൂട്ടങ്ങളിൽ അടവജിഹം നേടിയ ഫളിലോരെ പതിമലൈവായി ബഹുമകാത്തിടുവാൻ അടലിലുഹിരേകിയ സുഹദോരെ ചതുർപ്പുറമാളുടം മിന്നി കഥപ്പെട്ട് സായിപ്പും കലയറുത്തി വാരി എന്റെ കഥ തിരുത്തുന്നോ ഒരുക്കി നിന്നവർ പിടിപ്പെടയൊരു ദിനം മറന്നിടും മനവിൽ മറയതു ചിരയുകളെ മതിമലൈ വാരി ബഹുമകാത്തിടുവാൻ അടലിലുയിരേകിയ സുഹദോരെ പദപൊരുതിയിലെ വെള്ളക്കൂട്ടങ്ങളിൽ അടവുജിഹം നേടിയ ഫളിലോരെ പതിമലൈ വാരി ബഹുമകാത്തിടുവാൻ അടലിലുയിരേകിയ സുഹദോരെ കോൽക്കളിയിലെ ആദ്യകാല ഗുരുക്കന്മാർ പൈതൽ മരക്കാൻ, അമ്പാടി മരക്കാൻ, കരുണം ഗുരുക്കൾ, ഗോപാലൻ ഗുരുക്കൾ എന്നിവരൊക്കെയാണ്. പിന്നീട് സ്കൂൾ കലോത്സവങ്ങളിലേക്ക് വരുമ്പോൾ മൺമറഞ്ഞു പോയ ആലിക്കുട്ടി ഗുരുക്കൾ, അതുപോലെ ആമഗുരുക്കൾ, ഇവരൊക്കെയാണ് ഇതിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചതും. ഇവരുടെയൊക്കെ ശിഷ്യ പരമ്പര അങ്ങ് നീണ്ട് കിടക്കുകയാണ്.
കോൽക്കളിയുടെ വേഷം എന്നറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിലെ മാപ്പിളമാരുടെ വസ്ത്രരീതിയായിരുന്നു. കള്ളിമുണ്ടും നല്ല വീതിയുള്ള അരപ്പട്ടയും അതുപോലെ ബനിയനും ഇതൊക്കെ ആയിട്ടുള്ള ഒരു വേഷമാണ്. അത് ഇന്ന് കൂടുതൽ വൃത്തിയിലും ഭംഗിയിലും ഇന്ന് അതൊരു ഏകോപിപ്പിച്ച് ഇന്ന് അത് നടത്തിപ്പോരുന്നു. അതുപോലെ കോല് നമ്മളെ ഇൻസ്ട്രുമെൻ്റ് ഉപകരണം അത് ഉണ്ടാക്കുന്നത് പനയിൽ നിന്നാണ്, ഈറംപനയിൽ നിന്നാണ്. ഈറംപനയുടെ കാതലായ പുറന്തോട് കടഞ്ഞെടുത്ത് ഒരു മുഴം നീളത്തിൽ അത് കടഞ്ഞെടുത്ത് അതിൽ നിന്നാണ് അത് മിനുക്കി കോലുണ്ടാക്കുന്നത്. അതിൻ്റെ നാദം അതിൽ നിന്നാണ് വരിക. പിന്നെ അതിൽ കിലുക്കം കിട്ടുന്നതിന് വേണ്ടി ചിലമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ചിലമ്പ് പിച്ചള ഓട് ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ അതും കൂടെ വരുമ്പോൾ കോൽക്കളിയുടെ ആ ഒരു ശബ്ദത്തിന്, കോലിൻ്റെയും ചിലമ്പിൻ്റെയും ശബ്ദത്തിന് പ്രത്യേക ശ്രുതിയാണ്, കേൾക്കാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിലേക്ക് ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഈരടികളും കൂടെ ചേരുമ്പോൾ കോൽക്കളി ആസ്വാദനത്തിൻ്റെ മറ്റൊരു ലെവലിലേക്ക് മാറുകയാണ്. കോൽക്കളിയുടെ അവതരണം, കോൽക്കളിയുടെ ഏറ്റവും ഉയർന്ന ഭാഗം, ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് പാട്ടിലൂടെയാണ്. പാട്ടാണ് കോൽക്കളിയുടെ എല്ലാം. പാട്ടില്ലാതെ കോൽക്കളിയില്ല. പക്ഷേ നമ്മൾ അവതരിപ്പിക്കുന്ന കോൽക്കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് താളക്കോൽക്കളി. ഈ താളക്കോൽക്കളിയിൽ തന്നെ താളമില്ലാത്ത കളികളാണ് ഒപ്പന. ഈ ഒപ്പന കളികളിൽ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന കളികളാണ് ഒന്നായുലകം, വൈമനക്കുത്ത്, മലർമുല്ല, ഒപ്പന തുടങ്ങിയ കളികൾ. ഇത്തരം കളികളൊക്കെ വായ്ത്താരി ഇല്ലാത്ത കളികളാണെങ്കിലും അതിൻ്റെ വായ്ത്താരികൾ അതിൻ്റെ പദങ്ങളും അതിൻ്റെ പാട്ടും തന്നെയാണ്. അതായത് പാട്ടിൻ്റെ രീതിക്കനുസരിച്ച് കോല് പിണയ്ക്കുമ്പോഴാണ് കോൽക്കളിയുടെ ആ ഭംഗി കൈവരിക. അതിന് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. താളവായ്ത്താരി എല്ലാ കളികളിലും ഉണ്ടെങ്കിലും വ്യത്യസ്തമായ കോൽക്കളി രീതികൾ തന്നെയുണ്ട്. ഈ കളികളുടെ എല്ലാം ബേസ് ഒന്ന് തന്നെയാണ്. അതിൻ്റെ പെണ 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ആ സ്റ്റൈലിലായിരിക്കും ആ പെണ വരിക. അതും അപാരമായ വേഗതയിലായിരിക്കും ആ പെണ വരിക. അത് കഴിഞ്ഞാൽ 5 പെണയുള്ള കളികളുണ്ട്. അതാണ് തടവും, എടുത്തടി, പുറവിട്ട്, പെണച്ചടി. 5 തടവുള്ള കളികൾ നമ്മളെ താളക്കളികളിലും ഉണ്ട്. ഈ തെക്കൻ, വടക്കൻ, മധ്യമലബാർ എന്നീ ശൈലികൾ താളക്കോൽക്കളികൾ ഉണ്ടെങ്കിലും എല്ലാ കളികളുടെയും നിയമവ്യവസ്ഥകളും താളവായ്ത്താരികളുടെ ഉപയോഗവും എല്ലാം ഒരുപോലെയാണ്. കളികളുടെ ഈ ചിട്ടപ്പെടുത്തിയതിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് തെക്കനും വടക്കനും മധ്യമലബാറും തമ്മിലൊക്കെയുള്ള വ്യത്യാസം. പിന്നെ പൂർവീക കോൽക്കളിയാണ് നേരത്തെ പറഞ്ഞ തിരുത്ത് കോൽക്കളി. ഈ തിരുത്ത് കോൽക്കളിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് പിന്നീട് തെക്കൻ കളികൾ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് വടക്കൻ ശൈലി ഉണ്ടാകുന്നത്. ഈ തെക്കൻ ശൈലിയിൽ നിന്നും വടക്കൻ ശൈലിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ തിരുത്ത് കളി പഠിച്ചെടുക്കൽ ഭയങ്കര പ്രയാസമാണ്. അതുപോലെ തന്നെ തെക്കൻ കോൽക്കളി കളിക്കണമെങ്കിൽ നല്ല ഓർമ്മശക്തി വേണം, താളം കേട്ട് നീങ്ങണം. പക്ഷെ വടക്കൻ ശൈലിയുടെ പ്രത്യേകത പെട്ടെന്ന് പഠിച്ചെടുക്കാനും കാണാൻ ഭംഗിയും ഒരു കുറവും ഇല്ലെങ്കിലും എല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാനും അവതരണ ഭംഗിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു ശൈലിയാണ് വടക്കൻ ശൈലി. തെക്കൻ തിരുത്ത് പോലത്തെ കോൽക്കളികൾക്കൊക്കെ 12 ആളാണ് അവരുടെ കണക്ക്, 12 പേര്. യഥാർത്ഥ തെക്കൻ കോൽക്കളിയുടെ യഥാർത്ഥ എണ്ണം 24 പേരാണ്. അതിന്ന് 16 ഒതുങ്ങി നിൽക്കുന്നു. 16 ആൾക്കും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ യഥാർത്ഥ സെറ്റ് 24 ആണ്. വടക്കൻ കോൽക്കളിയിലേക്ക് വരുമ്പോൾ അവിടെ 14 തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ കളികൾ അധികവും 14 അവർ കളിച്ച് ഇതാണ്. പിന്നെ മത്സര കോൽക്കളിയിൽ 12 ആൾക്കാണ് അവസരമുള്ളൂ. അതുകൊണ്ട് തന്നെ 12 പേരാണ് അത് അവതരിപ്പിക്കാറ്. ഈ 12 പേര് അവതരിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കൻ കളികളിലുള്ള എല്ലാ കളികളും പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഒരിക്കലും 12 പേർക്ക് പറ്റില്ല. ഒരു ഭാഗികമായിട്ടുള്ള
കളികൾ അത് കളിച്ചു എന്ന് പറയാനേ പറ്റൂ. ആളുടെ എണ്ണം നിർബന്ധം തന്നെയാണ്. പിന്നെ കോൽക്കളി പഠിക്കാൻ 8 ആളായാലും 10 ആളായാലും കോൽക്കളി പഠിച്ചെടുക്കാം, ചെറുങ്ങനെ പഠിച്ചെടുക്കാം. ഇപ്പൊ കളരി അഭ്യാസ മുറകളാണെങ്കിലും ഒരു ഗുരുവും ശിഷ്യനുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ അത് അദ്ദേഹത്തിന് ഗുരു പകർന്നു കൊടുക്കാൻ പറ്റും. പക്ഷെ കോൽക്കളി എന്നൊരു കലക്ക് കൂടെ ചുരുങ്ങിയത് 11 പേരെങ്കിലും ഇല്ലാതെ, ഒരിക്കലും സഹപാഠി ഇല്ലാതെ പഠിക്കാൻ കഴിയാത്ത ഏക കലയാണ് കോൽക്കളി എന്ന് പറയാം. ഏതൊരു ഇപ്പൊ ഫുട്ബോൾ കളിക്ക് 8 ആൾ വേണമെങ്കിലും ഒരാളെ പ്രാപ്തനാക്കി എടുക്കാൻ അയാൾക്കൊരു കോച്ച് ഉണ്ടെങ്കിൽ അയാൾക്ക് കുറേ കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിച്ച് അയാളെ പ്രാപ്തനാക്കി എടുക്കാൻ കഴിയും. കോൽക്കളിയിൽ സഹപാഠികളില്ലാതെ ഒരിക്കലും ഒരാളെ പ്രാപ്തനാക്കി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് കോൽക്കളിയുടെ പ്രത്യേകത. അത് മറ്റുള്ള കലകളിൽ നിന്ന് കോൽക്കളി വേർത്ത് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഗുരുനാഥന്മാര് പകർന്നു നൽകിയെങ്കിലേ ശിഷ്യന്മാർക്ക് ഇത് കിട്ടൂ എന്നുള്ളതാണ്. പകർന്നു നൽകാൻ താല്പര്യപ്പെട്ട് ശിഷ്യന്മാർ വരാത്ത അവസരങ്ങൾ പല ആളുകളും സങ്കടത്തോടെ എനിക്കറിയാം, എനിക്കത് പകർന്നു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ നല്ല കുട്ടികൾ അതിന് തയ്യാറായി വരുന്നില്ല എന്നും പറഞ്ഞ ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്. അതുപോലെ തന്നെ ആളുണ്ടായിട്ടും ശിഷ്യന്മാരുണ്ടായിട്ടും അത് പകർന്നു കൊടുക്കാതെ മരണപ്പെട്ടു പോയ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവരെ കുറിച്ചൊക്കെ പലപ്പോഴും ഇന്നും ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാരിൽ പലരും ഒരു എന്താ പറയാ സങ്കടത്തോടു കൂടി ആളെ സ്മരിക്കാറില്ല. അന്ന് അവരെ നമുക്ക് പകർന്നു തന്നില്ല. ഇത് കാണുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഈ വരും തലമുറയ്ക്ക് ഇതൊക്കെ പകർന്നു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഭൂമി വിട്ടു പോകാൻ. ഇത് ഭൂമിയിൽ നിലനിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാം.